ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഏകോപനം ഉണ്ടായില്ലെന്ന് കോടതി. സ്പോട്ട് ബുക്കിംഗ് 5000 കുറയ്ക്കാൻ തീരുമാനം. കാനനപാത വഴിയും 5000 പേരെ മാത്രം കടത്തിവിടും. തിങ്കളാഴ്ച വരെ നിയന്ത്രണം. കോഴിക്കോട് UDF കണ്ടുവച്ച മേയർ സ്ഥാനാർത്ഥിക്ക് മത്സരിക്കാനാവില്ല. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെതിരെ VM വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. സെലിബ്രിറ്റി പത്രം വായിക്കാറില്ലേ എന്ന കോടതിയുടെ പരിഹാസം. മുട്ടടയിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയതിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനമുടൻ. തിരുവനന്തപുരത്തെ വിമത സ്ഥാനാർത്ഥിയും ദേശാഭിമാനി മുൻ ബ്യൂറോ ചീഫുമായ ശ്രീകണ്ഠനെ പുറത്താക്കി CPM. കേരളത്തിലെ SIR ഹർജികളിൽ വിശദമായ വാദം കേൾക്കാൻ സുപ്രീം കോടതി. കേസ് വെള്ളിയാഴ്ച പരിഗണിക്കും. SIR നടപടികളിൽ വൻ പുരോഗതിയെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ കർശന നടപടി. അനീഷിന്റെ കുടുംബത്തെ കമ്മീഷൻ സഹായിക്കും. 97% എനുമറേഷൻ ഫോംസ് നമുക്ക് 2025 വോട്ടർ പട്ടികയിലുള്ള എല്ലാ വോട്ടേഴ്സിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പതിനഞ്ചുകാരനെ ISൽ ചേർക്കാൻ ശ്രമിച്ച കേസിലെ FIR ന്യൂസ് 18. UK-യിലുള്ള അമ്മയ്ക്കും ആൺ സുഹൃത്തിനുമെതിരെ UAPA. തുറന്നു പറഞ്ഞ് അനാഥാലയത്തിൽ കഴിയുന്ന മകൻ. വെമ്പായം സ്വദേശി അൻസറിനെ പ്രതിയാക്കി വെഞ്ഞാറമൂട് പോലീസ്. വൈറ്റിലയിലെ ബാറിൽ വടിവാളുമായി എത്തിയ ആക്രമണം നടത്തിയത് ഔറംഗസീബിന്റെ ഗുണ്ടാ സംഘം. പെൺസുഹൃത്തിനെ ശല്യം ചെയ്തത് പ്രകോപനം. കേസിൽ മോഡൽ അലീന ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. മുഖ്യപ്രതി ഔറംഗസീബ് ഒളിവിൽ. പെരിങ്ങമല സഹകരണ സംഘം അഴിമതിയിൽ BJP നേതാവിന് തിരിച്ചടി. S സുരേഷ് 43 ലക്ഷം രൂപ തിരിച്ചടക്കണമെന്ന് സഹകരണ സംഘം രജിസ്ട്രാർ. ബാങ്ക് പ്രസിഡന്റും 6 ഭരണസമിതി അംഗങ്ങളും 46 ലക്ഷം വീതം അടയ്ക്കണം. നടപടി നിയമം ലംഘിച്ച് വായ്പയെടുത്ത് ബാങ്കിന് നഷ്ടമുണ്ടാക്കിയതിൽ. കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങൾ കുറയുന്നുവെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. ആക്രമണ തോത് കൂടുന്നുവെന്ന പ്രചാരണം പാമ്പ് കടിയും കണക്കിൽപ്പെടുത്തുന്നതുകൊണ്ട് വനം വകുപ്പിന് വീഴ്ചയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും പ്രമോദ് G. കൃഷ്ണൻ ന്യൂസ് 18നോട്.